ബിഗ് ബോസിനകത്ത് ഇത്രയും നല്ല ദുഷിപ്പ് കേട്ടിട്ട് ഇപ്പൊ കാലം കുറച്ചായി കേട്ടോ. നല്ല ദുഷിപ്പായിരുന്നു ഇപ്പൊ ലൈവിനകത്ത്. സാബുമാനും അക്ബറും കൂടി ഇരുന്നിട്ട് അനീഷിനെ പറ്റി കുറ്റം പറഞ്ഞ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. നല്ല രീതിയിൽ തന്നെ കുറ്റം പറഞ്ഞ് കളിക്കുന്നുണ്ട്. അനീഷ് അട്ടർ ഫേക്ക് ആണ്, ഒറ്റപ്പെടാൻ വേണ്ടിയുള്ള ഒറ്റപ്പെടലാണ്, പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. വന്നു കയറിയപ്പോ തന്നെ മലയാളം വെച്ചിട്ടാണ് ഗെയിം കളിച്ചത്, സെൻസിറ്റീവ് വിഷയങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഗെയിം കളിച്ചത്. ശോഭേച്ചിയുടെ കോംബോ പിടിക്കാൻ നോക്കി ഒരു ദിവസം കൊണ്ട്. സംസാരിച്ചത് എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അക്ബർ പറയുന്നത് അയാൾക്ക് പുറത്ത് എത്ര ഫാൻസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇതൊക്കെ എടുത്തു വെച്ച് അയാളുടെ PR എത്ര അലക്കിയാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അറ്റം വരെ ഞാൻ അയാളെ പൊളിച്ചടുക്കിക്കൊണ്ട് തന്നെ ഇരിക്കും, എനിക്ക് എത്ര നെഗറ്റീവ് വന്നാലും കുഴപ്പമില്ല, പൊളിച്ചടുക്കും എന്നാണ് അക്ബർക്ക പറയുന്നത്. ശരിയാ, ടീം പറഞ്ഞു കൊടുത്തത് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ അയാൾ കളിക്കുന്നത്. ഒരുപാട് കള്ളങ്ങൾ അയാൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നൈസായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും അല്ലേ അക്ബർക്ക? അയാൾ ഇവിടെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പേഴ്സണൽ ബ്രാൻഡിങ് ഒക്കെ ഉണ്ടാക്കി അയാൾ എടുത്തു. ജയിലിൽ 4 വട്ടം പോയതാണെങ്കിലും സുപ്രഭാതമാണെങ്കിലും എല്ലാം പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. പുറത്ത് ടീം പറഞ്ഞു കൊടുത്തത് വെച്ചിട്ടാണ് അനീഷേട്ടൻ അങ്ങനെ നിൽക്കുന്നത് എന്ന് സാബുമാൻ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് 1-2 സംഭവങ്ങളെ പറ്റി ഇവര് പറയുന്നുണ്ട്. ശോഭേച്ചി വന്ന സമയത്ത് ശോഭേച്ചിയുടെ റാം വോക്ക് അതിനെപ്പറ്റിയാണ് പറയുന്നത്. ശോഭ മേക്കപ്പ് ഇട്ട് കൊടുത്ത് റാം വോക്ക് നടത്തി. അപ്പൊ അയാൾ പറയുക നമുക്ക് കിച്ചൺ വരെ പോയിട്ട് വരാം. എന്നിട്ട് കിച്ചണിൽ പോയിട്ട് അവർ തിരിച്ചു വന്ന സമയത്ത് എന്തോ അക്ബർ പറയുന്നുണ്ട് കേട്ടോ. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ശോഭയായിട്ട് പുള്ളി ഉടക്കി റാഗ് ചെയ്തു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തു. അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് മലയാളത്തിന്റെ കേസ് പറയുന്നുണ്ട്. അതെന്തോ അക്ബർ പൊളിച്ചടുക്കിയ പോലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. കോൾ റെക്കോർഡ് കാണിക്കാം എന്നൊന്നും ലാലേട്ടൻ പറഞ്ഞിട്ടില്ല. ആ രീതിയിലേക്ക് ആക്കുന്നുണ്ട് നമ്മുടെ അക്ബർക്കയുടെ മാനിപ്പുലേഷൻ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല തകർപ്പൻ മാനിപ്പുലേഷൻ ആണ്, കിടിലം മാനിപ്പുലേഷൻ ആണ്. ഇപ്പൊ തന്നെ ആ കപ്പെടുത്ത് കൊടുത്തേക്ക്, ആ ലെവല് മാനിപ്പുലേഷൻ ആണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സംസാരത്തിന്റെ റേഞ്ച് പിടികിട്ടി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. തരംതാണ ലെവല് മൈൻഡ് സെറ്റ് ഉള്ള, അസൂയയും കുശുമ്പും ചൊറിയും വിഷവും മാത്രം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന 2 പേരാണ് ഇവര്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വേറുള്ളവരുടെ വിജയത്തിൽ കണ്ണുകേടി ഉള്ളവരാണ് 2 പേരും. ഇവരെ പറ്റിയൊന്നും ഇവരെ ഒന്ന് വിമർശിക്കേണ്ട ആവശ്യം കൂടി ഇല്ല. ലൈവിൽ കണ്ടവര് തന്നെ തേച്ചൊട്ടിച്ചിട്ടുണ്ടാവും. അക്ബറിനെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇത്തിരി സിമ്പതി ഉണ്ടായിരുന്നതാണ്, അതിപ്പോ പോയി കിട്ടി. ലാലേട്ടൻ വരുമ്പോ കംപ്ലീറ്റ് അടപടലം എടുത്ത് ഭിത്തിയിൽ കയറ്റുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള മറ്റേ ഗെയിമാണ് അക്ബറിന്റെ. മനസ്സിലായല്ലേ? ഈ റേജ് ബൈറ്റിംഗ് എന്ന് പറയും, ഇംഗ്ലീഷിൽ റേജ് ബൈറ്റിംഗ് എന്ന് പറയും. നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പ്രേക്ഷകർ കമന്റ് സെക്ഷനിൽ പറഞ്ഞോളൂ. നല്ല റേജ് ബൈറ്റ് വരാൻ വേണ്ടി ചെയ്തതാണ്, അതങ്ങ് റേജ് ബൈറ്റ് ചെയ്തങ്ങ് വിട്ടേക്ക്. എനിക്ക് പറയാനുള്ളത് ഈ ഗുഡ് ഫോർ നത്തിങ് സാബുമാൻ എന്ന് പറയുന്ന ഈ നിർഗുണനെ കുറിച്ചാണ്. ഇവനുണ്ടല്ലോ, ഇവൻ അക്ബറിനെ പറ്റി ഇരുന്ന് അനുചേച്ചിയുടെ കൂടെ ഇരുന്ന് കുറ്റങ്ങൾ പറയും. അനുവിന്റെ അടുത്തിരുന്ന് കുറ്റങ്ങൾ പറയുന്നവനാണ് ഇവൻ. അക്ബറിന്റെ കുറ്റങ്ങൾ, അക്ബറെ, നെവിൻ, പിന്നെ അതേപോലെ ആര്യൻ, ഇവര് 3 പേരുടെയും കുറ്റങ്ങൾ ഇവനിന്ന് പറയാറുണ്ട്. അത് ലാലേട്ടൻ അക്ബറിനെ കേൾപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. കൊതുകിനെ എടുത്ത് വെളിയിലിടുന്ന പോലെ അക്ബർ ഇവനെ എടുത്ത് വെളിയിലിട്ടോളും, അത് അടിച്ച് വെളിയിലിട്ടോളും. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, അക്ബറിന് അത്രയും കലിപ്പ് വരും ഇവനിരുന്ന് അക്ബറിനെ പറ്റി പറയുന്നത് കേട്ട് കഴിഞ്ഞാല്. സാബുമാൻ നല്ല ഒന്നാന്തരം വിഷമാണ്, വെനമാണ്, വെനം. കുത്തിത്തിരിപ്പും ഏഷ്ണിയും അല്ലാതെ വേറെ ഒരു ഗെയിമും ഇല്ലാത്ത ഗുഡ് ഫോർ നത്തിങ്. ആബ്സല്യൂട്ട്ലി ഗുഡ് ഫോർ നത്തിങ് ആണ്. ഏഷ്ണി മോൻ എന്നാണ് ആയിരിക്കണം അവന്റെ പേര്. ഏഷ്ണി മോൻ ഞാൻ ആക്കിയിരിക്കുകയാണ്. ഏഷ്ണി മോൻ എന്നേ ഞാൻ ഇങ്ങനെ വിളിക്കുള്ളൂ. ആ ലെവൽ ഏഷ്ണിയാണ് അക്ബറിന്റെ കൂടെ ഇരുന്നിട്ട്. അക്ബറിന്റെ കൂടെ ഇരുന്നിട്ട് അനീഷിന്റെ ഏഷ്ണി, അനുവിന്റെ അടുത്തിരുന്നിട്ട് അക്ബറിന്റെ ഏഷ്ണി. മനസ്സിലായില്ലേ? ആ ലെവലാണ് സാബുമാന്റെ കളി. അതിനകത്ത് ഒരു കളിയും കളിക്കുന്നില്ല. ഏഷ്ണി പറയാൻ മാത്രം കൊള്ളാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെയാണ് ലൈവിനകത്ത് നടന്നത്. അനീഷ് ഇവരെ പറ്റി ഒന്നും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് അക്ബറിന് ഒരു തെറ്റിദ്ധാരണയുണ്ട് അനീഷ് അക്ബറിനെ പറ്റി ഇരുന്ന് മാറിയിരുന്ന് കുറ്റം പറച്ചിലാണെന്ന്. ഒരു കുറ്റവും അനീഷ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അനീഷിനെ ഏത് ത്രാസിലിട്ട് അളന്നാലും അക്ബറിന്റെ അത്രയും തരംതാണ ഒരു കണ്ടസ്റ്റന്റ് അല്ല അനീഷ്. അതുകൊണ്ട് അനീഷിനെ പറ്റി ഇവർ പറഞ്ഞ ഒരു കാര്യവും വാലിഡ് അല്ല എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.